അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലിസാനുൽ ഖുർആൻ 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 2023 കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നുക്കമ്മിലുൽ ജദ്വല, ഈ കള്ളികൾ പൂർത്തിയാക്കാനാണ്. ഇവിടെ മാദി ഉണ്ട്, ഇവിടെ മുദാരി ഉണ്ട്, മാദി മുദാരി. അപ്പോൾ ഇവിടെ മുദാരി നോക്കിയിട്ട് ഇവിടുത്തെ മാദി കണ്ടെത്തണം അല്ലേ. ഇത് മുഫ്രദാണോ, ഏകവചനത്തിനാണോ, പിന്നെ അത് പുരുഷനാണോ അല്ല സ്ത്രീക്ക് വേണ്ടി പറയാനാണോ, പിന്നെ ഗായിബാണോ ഹാദിറാണോ, ഇതൊക്കെ നമ്മൾ നോക്കണം. വലിയ സംഭവമൊന്നല്ല, നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് വളരെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ യക്തുബു എന്നുണ്ട്, അപ്പോൾ ഇവിടെ എന്താ വരിക, കതബ എന്നാ വരിക. അതെങ്ങനെ ഇത് നോക്കുക വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇതിനൊരു ഫോർമാറ്റാണ്. ആ ഫോർമാറ്റ് ബൈഹാർട്ടാക്കി നമുക്ക് ഏത് ഫീൽഡ് വന്നാലും എഴുതാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇതാ. അപ്പോൾ ഇവിടെ ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇതതിൻ്റെ ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് നമ്മൾ ഇതുപോലെ ബൈഹാർട്ടാക്കിയാൽ ഏത് ഫിഅല് വന്നാലും നമുക്ക് സർഫാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കതബ വന്നു, അപ്പോൾ കതബ, കതബ, കതബു, കതബത്, കതബത, കതബിന, കതബ്ത, കതബ്തുമാ, കതബ്തും, കതബ്തി, കതബ്തുമാ, കതബ്തുന്ന, കതബ്തു, കതബ്ന. ഇനി ഖറഅ വന്നു, അപ്പോൾ ഖറഅ, ഖറഅ, ഖറഉ, ഖറഅത്, ഖറഅത, ഖറഇന, ഖറഅത, ഖറഅതുമാ, ഖറഅതും, ഖറഅതി, ഖറഅതുമാ, ഖറഅതുന്ന, ഖറഅതു, ഖറഇന. ഇനി ജലസ വന്നു, അപ്പോഴും ഇതേപോലെ തന്നെ. അപ്പോൾ ഈ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫെയില് വന്നാലും നമുക്ക് സർഫാക്കാൻ കഴിയും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിലേതാണ് പുരുഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഏതാണ് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ഏതാണ്. ആദ്യത്തെ 2 ലൈന് അതിൽ പുരുഷനുണ്ടാവും, സ്ത്രീ ഉണ്ടാവും. ഫസ്റ്റത്തെ ലൈന് മാത്രം പുരുഷന്, ഈ ലൈന് ഇത് ഫുള്ള് പുരുഷന്, ഈ ലൈന് സ്ത്രീകൾക്ക്. ഇനി ഈ 2 ലൈനും ഈ 2 ലൈനിന്റെ മീനിങ് പറയുമ്പോൾ അവർ, അവൻ എന്ന രൂപത്തിലാണ് പറയാം. അപ്പൊ ഇവിടെ അവൻ എന്നായിരിക്കും, ഇവിടെ അവർ 2 ആൾ, ഇവിടെ അവർ കുറെ ആള്, അവൾ 2 ആൾ, അവൾ കുറെ ആൾ. അപ്പൊ ഇത് പെണ്ണുങ്ങൾക്ക്. അവൻ, അവൾ എന്ന് പറയാനാണ് ഈ 2 ലൈൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്തുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നീ എന്നാ പറയാ അല്ലെ. പുരുഷനോടാണെങ്കിലും നീ ആണ് പറയാ, സ്ത്രീയോടാണെങ്കിലും പറയാം. അപ്പോൾ നീ ഒരു പുരുഷൻ, നിങ്ങൾ 2 പുരുഷന്മാർ, നിങ്ങൾ കുറെ പുരുഷന്മാർ. നീ ഒരു സ്ത്രീ, നിങ്ങൾ 2 സ്ത്രീകൾ, നിങ്ങൾ കുറെ സ്ത്രീകൾ. പിന്നെ ഫഅൽതു, ഞാൻ ചെയ്തു അല്ലെ. ഇത് ഞാനാണ്, ഇത് ഞങ്ങളാണ്. അപ്പൊ ഈ 2 ലൈനും എന്തിനാ, ഈ 2 ലൈനിന്റെയും മീനിങ്ങിൽ വരുമ്പോ എന്താ വരിക, നീ എന്നാണ് വരിക. നീ അല്ലെങ്കിൽ നിങ്ങൾ. ഇവിടെ 2 ലൈനും അവൻ അല്ലെങ്കിൽ അവർ അങ്ങനെ വരിക, അവൻ, അവൾ അങ്ങനെ പോവാ. അപ്പോൾ നമ്മൾ സ്ഥലത്തില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ അവൻ, അവൾ എന്നൊക്കെ അല്ലേ പറയാം. അപ്പൊ അതിനൊക്കെ ഈ 2 ലൈനെ ഉപയോഗിക്കുക. ഇനി നമ്മൾ സ്ഥലത്തുള്ള നമ്മള് ഫ്രണ്ടിനോട് നമ്മൾ മുമ്പിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ 2 ലൈനെ ഉപയോഗിക്കുക. പിന്നെ ഞാൻ എന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുക, ഫഅൽതു, ഫഅൽന എന്നാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് യക്തുബു എന്നുള്ള മുദാരി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കതബ എന്നാണ് എഴുതേണ്ടത്. ഇതെങ്ങനെ മനസ്സിലാവും, ഇത് മുദാരി മനസ്സിലാക്കിയാലേ ഇത് കിട്ടുള്ളൂ. ഈ മുദാരിന്റെ സർഫ് മനസ്സിലായാലേ നമുക്ക് മാദി കിട്ടുള്ളൂ. ഇനി മാദി ഇവിടെ തന്നിട്ടുണ്ട്, അപ്പൊ ഇതിന് മുദാരി എഴുതാനാണ്. അവിടെ നമ്മൾ മുദാരിന്റെ സർഫ് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മുദാരിയിലേക്ക് പോകാം. ഇനി ഇവിടെ വേറൊരു ചോദ്യം ചെയ്യും. ഇവിടെ കതബ്ത എന്ന് കണ്ടു. ഈ കതബ്ത എന്നുള്ളപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഏത് ലൈനിലാണ് വരിക, നിങ്ങൾ പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത് ഏത് ലൈനിലാണ് വരിക. ഫഅലയിലാണോ, ഫഅലത്താണോ, ഫഅൽത്തയാണോ, ഇതിലാ വരിക അല്ലെ, 3ാമത്തെ ലൈന്. അപ്പോ നീ എന്ന് പറയുന്ന അർത്ഥത്തിനാണ് അല്ലെ. നീ ഒരു പുരുഷൻ, അപ്പൊ ഫഅൽത്ത, അവിടെ എന്താ വരിക, കതബ്ത. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതേ ഫോർമാറ്റിൽ മുദാരി ഒന്ന് പഠിക്കാം. മുദാരി എന്ന് പറഞ്ഞാൽ എന്താണ്, മുദാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. അഥവാ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാണ് അല്ലെ. നമ്മൾ 2 രൂപത്തിൽ സംസാരിക്കും. ഞാൻ ഇന്നലെ മദ്രസ പോയിരുന്നു, പിന്നെ ഞാൻ നാളെ മദ്രസ പോകും.
അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മദ്രസ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ 3 രൂപത്തിൽ സംസാരിക്കും. അവിടെ ഞാൻ ഇന്നലെ മദ്രസ പോയി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഫയലുമാണ്. എന്നാലും ഞാൻ പോകും, ഞാൻ നാളെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഞാൻ നാളെ മദ്രസയിൽ പോകും, അല്ലെങ്കിൽ ഞാൻ നാളെ കടയിൽ പോകും, ഞാൻ നാളെ സ്കൂളിൽ പോകും. ഇങ്ങനെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ഈ മുതാരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഫയലയിൽ പഠിച്ചതുപോലെ മാദിയിൽ പഠിച്ചതുപോലെ ഇവിടെ 2 ലൈൻ എന്തിനാണ്? പുരുഷന്മാർക്കാണ്, പുരുഷനും സ്ത്രീക്കും, അഥവാ ഈ അവൻ അവർ എന്ന അർത്ഥത്തിന് പറയാനാണ് 2 ലൈന്. പിന്നത്തുള്ള 2 ലൈന് നീ ഒരു പുരുഷൻ നീ ഒരു സ്ത്രീ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാനാണ് പിന്നെയുള്ള 2 ലൈനുകൾ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എന്ന് പറയാനാണ് അഫ്അലു നഫ്അലു. അപ്പൊ ഇത് നമുക്ക് സർഫാക്കി വെക്കാം. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു. അപ്പോ ഇവിടെ എന്തായിരിക്കും അർത്ഥം? അവൻ ചെയ്യുമെന്നാണ് ഇവിടെ വരിക. അവൻ ചെയ്യും. ഇവിടെ യക്തുബു ആണെങ്കിൽ എന്താ വരിക? അവൻ എഴുതും. അവർ 2 ആൾ എഴുതും. ഇതൊക്കെ പുരുഷന്മാർ. ഫസ്റ്റ് ലൈന് ഫുള്ള് പുരുഷന്മാർക്ക് കേട്ടോ, ഈ ലൈന് ഫുള്ള് പുരുഷന്മാർക്ക്. അതേപോലെ സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ലൈൻ എന്താണ്? ഫുള്ള് പുരുഷന്മാർക്ക്. അതിന്റെ അടുത്തുള്ളത് എന്താണ്? സ്ത്രീകൾക്കും. അപ്പോ യഫ്അലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? യഫ്അലു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും. യക്തുബു ആണെങ്കിൽ അവൻ എഴുതും. അവർ 2 ആൾ എഴുതും. അവർ കുറെ ആളുകൾ എഴുതും. പിന്നെ അവളൊരു സ്ത്രീ എഴുതും. പിന്നെ അവൾ 2 സ്ത്രീകൾ എഴുതും. അവർ കുറെ സ്ത്രീകൾ എഴുതും. ഇനി നീയൊരു പുരുഷൻ എഴുതും. നിങ്ങൾ 2 പുരുഷന്മാർ എഴുതും. നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതും. നീയൊരു സ്ത്രീ എഴുതും. എന്നെന്താ പറയാ? തഫ്അലീന. പിന്നെ തഫ്അലാനി നിങ്ങൾ 2 സ്ത്രീകൾ എഴുതും. തഫ്അല നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതും. അഫ്അലു ഞാൻ എഴുതും. നഫ്അലു ഞങ്ങൾ എഴുതും. ഇനി നമ്മൾ ഇത് 2 മാച്ച് ചെയ്യാം. അതായത് മാദി മുദാരി മാച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് ലൈനിൽ ഫഅല എന്നുണ്ടല്ലോ. ഈ ഫഅലയുടെ സ്ഥാനത്ത് ഇവിടെ ഏതാണ്? യഫ്അലു ആണ്. അപ്പോ ഇതും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്, അഥവാ ഒരേപോലെയാണ്. എന്ത് വിഷയത്തില്? അർത്ഥത്തിന്റെ വിഷയത്തില്. അതെങ്ങനെ? ഇവിടെ എന്താ അർത്ഥം വരുന്നത്? അവൻ ഒരു പുരുഷൻ ചെയ്യും. ഇവിടെയും അവനൊരു പുരുഷൻ ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്യും. അപ്പോ ഇവിടെ അവൻ എന്ന അർത്ഥത്തിൽ എന്താകുന്നില്ല? മാറുന്നില്ല. അവനൊരു പുരുഷൻ എന്ന അർത്ഥത്തിൽ മാറുന്നില്ല. പിന്നെ ചെയ്തു എന്ന 2 അർത്ഥത്തിൽ എന്താകുന്നുള്ളൂ? മാറുന്നുള്ളൂ. ഏതിൽ മാറുന്നില്ല? ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ എന്നാണ്. യഫ്അലു എന്ന് പറഞ്ഞാലും അവനൊരു പുരുഷൻ എന്നാണ്. പിന്നെ ചെയ്യും എന്നുള്ളതിൽ മാത്രമേ മാറുന്നുള്ളൂ. മനസ്സിലായി തോന്നുന്നു. അതേപോലെ രണ്ടാമത്തത് ഫഅലു. ഇവിടെ യഫ്അലു യഫ്അലാനി യഫ്അലൂന. അപ്പൊ ഈ ഫഅല എന്നുള്ളതിന്റെ സ്ഥാനത്താണ് യഫ്അലാനി വരിക. ഫഅലു എന്നുള്ളതിന്റെ സ്ഥാനത്താണ് യഫ്അലൂന വരിക. അങ്ങനെ ഓരോ ലൈനും. പിന്നെ ഫഅലത്ത് അതെന്താണ്? തഫ്അലു. പിന്നെ ഫഅലത്ത തഫ്അലാനി. പിന്നെ ഫഅൽന യഫ്അൽന. ഇനി അടുത്തത് എന്താണ്? മുഖാത്തബ്, അഥവാ നമ്മൾ ഫ്രണ്ടിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നീ ചെയ്തു അല്ലെ? ഫഅൽത നീ ചെയ്തു. അതിന് നീ ചെയ്യും എന്നെങ്ങനെ പറയാ? തഫ്അലു. പിന്നെ ഫഅൽതുമാ തഫ്അലാനി. പിന്നെ തഫ്അലൂന ഫഅൽതും. അപ്പൊ മുദാരി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. എങ്ങനെ ആൻസർ ചെയ്യാം? അപ്പൊ ഇവിടെ യക്തുബു എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വേണം? കതബ എന്ന് വേണം. കാരണം എന്താ? ഇത് ഫസ്റ്റിൽ നമ്മൾ പഠിച്ച ആ ഫോർമാറ്റിലെ ഫസ്റ്റ് ലൈനിന്റെ ഫസ്റ്റിത്തെ ചോദിക്കുന്നത്. അപ്പോ കതബ യക്തുബു അല്ലെ? ഇവിടെ യക്തുബാനിയാണ്. അപ്പൊ എന്താ വരിക? കതബ. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഇത് ഇതേപോലെ സർഫ് ഉണ്ടാകും. ഇതാ ടെക്സ്റ്റ് ബുക്കില് ഇവിടെ കണ്ടോ? കതബ കതബ കതബു കതബത്ത് കതബത്ത കതബിന കതബ്ത കതബ്തുമാ കതബ്തും കതബ്തി കതബ്തുമാ കതബ്തുന്ന കതബ്തു കതബ്ന. ഇതാണ് മാദി. ഇത് 2 ലൈനും മാദിയാണ്. അപ്പൊ ഈ കതബ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ എഴുതി. ഇവിടെ അവനൊരു പുരുഷൻ എഴുതും. കതബ അവർ 2 ആൾ എഴുതി. അവർ 2 ആൾ എഴുതും. അവർ കുറെ പുരുഷന്മാർ എഴുതി. കുറെ പുരുഷന്മാർ എഴുതും. അപ്പൊ ഇങ്ങനെ. അപ്പൊ മുദാരി കിട്ടിയാൽ മാദി എഴുതാനും മാദി കിട്ടിയാൽ മുദാരി എഴുതാനും നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ അതാണ് എഴുതേണ്ടത്. ഇവിടെ കതബ്ത എന്ന് പറഞ്ഞാൽ എന്താ വരിക? കതബ്ത എന്ന് പറഞ്ഞാൽ തക്തുബു. മനസ്സിലായോ? കതബ്തുമാ തക്തുബാനി, കതബ്തും തക്തുബിന, അങ്ങനെ ഓരോന്നും. പിന്നെ കതബ്തും തക്തുബൂന. പിന്നെ കതബ്തി എന്താണ്? കതബ്തി എന്ന് പറയുമ്പോൾ തക്തുബീന. പിന്നെ കതബ്തുമാ തക്തുബാനി. പിന്നെ കതബ്തുന്ന തക്തുബിന. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ വരിക. ഇനി ഇത് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പഠിച്ചാലും നമുക്ക് കിട്ടും. എങ്ങനെ? യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബിന,
തക്തുബ് തക്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തക്തുബിന. ഇവിടെ അങ്ങനെ ഇവിടെ കത്തബ്ത അല്ലേ, കത്തബ്ത എന്ന് പറയുമ്പോൾ നമ്മൾ മാദി ഫോർമാറ്റിൽ പഠിച്ചില്ലേ, മാദിയിൽ കത്തബ്ത എന്ന് പറയുമ്പോൾ ഏത് ലൈനാണ് വരുന്നത്, കത്തബ്ത എന്ന് പറയുമ്പോൾ ഫഅൽത. അപ്പൊ ഈ രണ്ട് ലൈനാണ് ഇവിടെ എഴുതാണ്ടാവുക, ഇവിടെ നമ്മൾ ഈ കോളത്തിൽ എഴുതാണ്ടാവുക ഈ രണ്ട് ലൈനായിരിക്കും. അപ്പൊ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന അത് എവിടെ വരും, കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബ്ന പിന്നെ കത്തബ്ത. കണ്ടോ? അപ്പൊ നമ്മൾ ഈ ഫോർമാറ്റ് ഈ ഫഅല ഫഅല ഞാൻ ഒന്നുകൂടി ചൊല്ലിത്തരാം. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന ഫഅൽത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന. പിന്നെ യഫ്അലു യഫ്അലാനി മുദാരി, യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോർമാറ്റ് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. എന്നാൽ ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. ഈ ചോദ്യത്തിന് 12 മാർക്ക് ഉണ്ട്, ഒന്നിന് 1 മാർക്ക് എന്നുള്ളത് 12 ചോദ്യം ഉണ്ട്. അപ്പോൾ 12 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അതാരും നഷ്ടപ്പെടുത്തരുത്.